തനിക്കെതിരായ പീഡന പരാതി കോടതി തള്ളിയതാണെന്ന ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ വാദം പൊളിയുന്നു. കോടതിയിലെത്തിയത് സ്വത്ത് തർക്കവും കയ്യേറ്റവും സംബന്ധിച്ച പരാതികളെന്ന് കോടതി രേഖകൾ തെളിയിക്കുന്നു. ലൈംഗിക പീഡന പരാതി കോടതിയിലെത്തിയിരുന്നില്ലെന്നും പോലീസ് തന്നെ തള്ളിയതാണെന്നുമാണ് കൃഷ്ണകുമാറിന്റെ പുതിയ വിശദീകരണം. കോടതി നേരത്തെ തള്ളിയതാണ് തനിക്കെതിരായ പീഡന പരാതി എന്നായിരുന്നു ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറിന്റെ വാദം. 2025 പാലക്കാട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച ഉത്തരവും കൃഷ്ണകുമാർ വാർത്താ സമ്മേളനത്തിൽ പരാമർശിച്ചു. ഇങ്ങനെ ഒരു വ്യാജ പരാതി കള്ളപ്പരാതി കൊടുത്തതിനെതിരായിട്ടുള്ള വിധിയും വന്നു. ഞങ്ങൾക്ക് അനുകൂലമായിട്ട് എവിഡൻസ് ഇല്ല എന്നുള്ളതിൻ്റെ പേരിലുള്ള വിധിയും വന്നു. കോടതി തള്ളിക്കളഞ്ഞ ഒരു കേസിനെ സംബന്ധിച്ച് എന്ത് വിവാദം? എന്നാൽ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട് കൃഷ്ണകുമാർ പരാതിക്കാരിയെ കയ്യേറ്റം ചെയ്ത് സംബന്ധിച്ച പരാതിയാണ് കോടതിയിലെത്തിയതെന്ന് കോടതി രേഖകൾ വ്യക്തമാക്കുന്നു. മർദ്ദനം ഉൾപ്പെടെ IPC 341, 323, 324 വകുപ്പുകളാണ് ആ കേസിൽ ചുമത്തിയിരുന്നത്. ലൈംഗിക പീഡനം ആ പരാതിയിൽ ഉണ്ടായിരുന്നില്ല. ഇക്കാര്യം ചോദിച്ചതോടെ ആ പരാതി പോലീസ് തന്നെ തള്ളിയെന്നും കോടതിയിലെത്തിയില്ലെന്നും കൃഷ്ണകുമാറിന് തന്നെ സമ്മതിക്കേണ്ടി വന്നു. അല്ല, ജഡ്ജ്മെന്റില് ഞാനല്ലല്ലോ ജഡ്ജ്മെന്റ് എഴുതിയത്, ജഡ്ജല്ല എഴുതിയത്. പോലീസ് ഒരു പരാതി ലഭിച്ചാൽ ആ പോലീസ് ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കും. FIR ഇട്ട ശേഷം പോലീസ് പരാതിയെക്കുറിച്ച് അന്വേഷിക്കും. പറയുന്നത് ശരിയാണെങ്കിലേ അത്തരം സെക്ഷനുകൾ ഇടുള്ളൂ. സി കൃഷ്ണകുമാറിനെതിരായ 2 കേസുകളിലും ലൈംഗിക പീഡന പരാതി ഉൾപ്പെട്ടിട്ടില്ല എന്ന് വ്യക്തമാകുന്നതോടെ സി കൃഷ്ണകുമാർ ഉയർത്തിയ അവസാന പ്രതിരോധവും പൊളിയുകയാണ്. മീഡിയ 1 പാലക്കാട്.